ഹായ്, എൻ്റെ പേര് ഡോക്ടർ ആര്യ. ഞാൻ എയിംസ് ഡൽഹിയിൽ ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് HPV വാക്സിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ്. സെർവിക്കൽ ക്യാൻസർ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സെർവിക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസിനെ, അതായത് ഗർഭാശയത്തിനെ യോനിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണ് സെർവിക്സ്. ആ സെർവിക്സ് എന്ന് പറയുന്ന പാർട്ടിന് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്ത്രീകളിലെ സെക്കൻഡ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള, അത്രയും പ്രിവലൻ്റ് ആയിട്ടുള്ള ഒരു ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ. അപ്പം ഞാൻ പറയാണ്, ഈ സെർവിക്കൽ ക്യാൻസർ ഒരു വാക്സിൻ കൊണ്ട് നമുക്ക് പ്രതിരോധിക്കാനായിട്ട് പറ്റും. ഈ വാക്സിൻ്റെ പേരാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV വാക്സിൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഇത് സ്ത്രീകൾക്ക് മാത്രം വരുന്നൊരു ഇഷ്യൂ അല്ലേ? പക്ഷേ അതങ്ങനെയല്ല. ഈ ഒരു HPV വൈറസ് കാരണം സെർവിക്കൽ ക്യാൻസർ മാത്രമല്ല 6 തരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടാവും. സെർവിക്കൽ ക്യാൻസർ, വജൈനയിൽ ഉണ്ടാകുന്ന ക്യാൻസർ, യോനിയിൽ ക്യാൻസർ, വൾവൽ ക്യാൻസേഴ്സ്, അതായത് സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, എക്സ്റ്റേണൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് വൾവ എന്ന് പറയുന്നത്. വൾവൽ ക്യാൻസർ, ഓറൽ ക്യാൻസേഴ്സ് മെന്നിനും ഉണ്ടാവാം, പുരുഷന്മാരിലും ഓറൽ ക്യാൻസേഴ്സ്, ഏനൽ ക്യാൻസേഴ്സ്, മലദ്വാരത്തിലുണ്ടാവുന്ന ക്യാൻസർ തുടങ്ങി 6 തരത്തിലുള്ള ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് ഈ ഒരു ഒറ്റ വാക്സിന് പറ്റും. അപ്പോൾ ഈ വാക്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഗാർഡാസിൽ 9, ഗാർഡാസിൽ, സെർവിവാക്, സെർവാരിക്സ്, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ബ്രാൻഡ് നെയിംസ് ആണ്. അതിൽ തന്നെ ഗാർഡാസിൽ 9 ആണ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുക നമ്മൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ 9 തരത്തിലുള്ള സ്ട്രെയിൻ, ഈ HPV എന്ന് പറയുന്നത് പല തരത്തിലുള്ള സ്ട്രെയിൻസ് ഉണ്ട്. അതിൽ എല്ലാ ഹൈ റിസ്ക് സ്ട്രെയിൻസും, അതുകൂടാതെ ജെനിറ്റൽ വാർഡ്സ് എന്ന് പറയുന്ന ഒരു, ഞാനിവിടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജെനിറ്റൽ വാർഡ്സും കൂടെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഗാർഡാസിൽ 9 കൊണ്ടിട്ട് പറ്റും. ഈ വാക്സിൻ എടുക്കാനുള്ള ഐഡിയൽ ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് 9 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള സമയത്താണ്. 9 വയസ്സിന് മുൻപ് തീർച്ചയായിട്ടും വാക്സിൻ എടുക്കാൻ പാടില്ല. ഇപ്പോൾ WHO റെക്കമെൻഡ് ചെയ്യുന്നത് 26 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഈ വാക്സിൻ എടുക്കാം എന്നാണ്. CDC പറയുന്നത് 45 വയസ്സ് വരെയും നിങ്ങൾക്ക് ഈ വാക്സിൻ എടുക്കാം എന്നാണ്. പക്ഷേ ഈ വാക്സിൻ്റെ ഏറ്റവും അധികം എഫിക്കസി ഉള്ളതെന്ന് പറയുന്നത് ഈ ഒരു 9 to 12, 14, 15 ഇയേഴ്സിന് മുന്നേ എടുക്കുമ്പോഴാണ് ആ ഏറ്റവും നല്ല എഫിക്കസി കിട്ടുന്നത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എഫിഷ്യൻസി കുറഞ്ഞു വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സൺ അവരുടെ സെക്ഷുവൽ ആക്ടിവിറ്റി തുടങ്ങി കഴിയുമ്പോൾ ദേ ആർ മോർ പ്രോൺ ഫോർ HPV ഇൻഫെക്ഷൻ. അതുകൊണ്ട് തന്നെ അതിന് മുന്നായിട്ടുള്ളൊരു സമയത്ത് നമ്മുടെ വാക്സിൻ എടുക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും എഫിക്കസി കിട്ടാനായിട്ട് നല്ലത്. അങ്ങനെ അതിൻ്റെ ഒരു നമ്മൾ ഷെഡ്യൂൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 ഇയേഴ്സിന് മുന്നേ വരെ, 9 to 15 ഇയേഴ്സ് ഉള്ള ആൾക്ക് WHO സേജ് റെക്കമെൻഡ് ചെയ്യുന്നത് 1 or 2 വാക്സിൻ, അതായത് 2 വാക്സിനാണ് ഇപ്പോഴും ഡെഫിനറ്റ്ലി ഹയർ എഫിക്കസി ഉണ്ടാവുക. അതൊരു 6 മാസത്തിൻ്റെ ഇൻ്റർവെല്ലിൽ നിങ്ങൾക്ക് എടുക്കാം. എന്നാൽ നിങ്ങൾ 26 ഇയേഴ്സിന് മുന്നുള്ള ആളാണെന്ന് വിചാരിക്കുക, അതായത് 15 to 26 ആണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ യു ഗോ ഫോർ 3 വാക്സിൻസ്. ബട്ട് ഇഫ് യു കാൺട്ട് ഗോ ഫോർ 3, അറ്റ്ലീസ്റ്റ് യു ടേക്ക് 2 വാക്സിൻസ്. 3 വാക്സിൻ്റെ ഷെഡ്യൂൾ എടുക്കുന്ന ഒരാളാണെങ്കിൽ 0, അതായത് ഇപ്പോൾ ഒരു വാക്സിൻ എടുക്കുക, 1 മാസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വാക്സിൻ, 6 മാസം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വാക്സിൻ, അങ്ങനെ ഒരു ഷെഡ്യൂൾ കംപ്ലീറ്റ് ആക്കാം. അല്ലെങ്കിൽ 0യും 6 മന്ത്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ഡോസും കൂടെ എടുക്കുക. നിങ്ങളൊരു 26 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ 3 ഡോസസ് എടുക്കണം. അത് കൂടാണ്ട് HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റായിട്ടും HPV വാക്സിനേഷൻ എടുത്തിട്ടുണ്ടാവണം. കാരണം എന്താണെന്ന് വെച്ചാൽ HIV ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വലിൽ സെർവിക്കൽ ക്യാൻസറിൻ്റെ റിസ്ക് വളരെയധികം കൂടുതലാണ്. ഇനി ഇതിൻ്റെ ചെറിയ കാര്യങ്ങൾ, മിത്സുകൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ ഓൾറെഡി സെക്ഷുവലി ആക്റ്റീവാണ്, അയാൾ HPV വാക്സിൻ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദേ ക്യാൻ ടേക്ക് HPV വാക്സിൻ. HPV വാക്സിൻ ഒരിക്കലും ഇപ്പോഴുള്ള ഇൻഫെക്ഷന് ക്ലിയർ ചെയ്യില്ല, പക്ഷേ ഇനി ഫർദർ ആയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. അതുപോലെ HPV വാക്സിൻ എടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ HPV ടെസ്റ്റിംഗ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പ്രഗ്നൻസി ടൈമിൽ ഈ വാക്സിൻ എടുക്കാൻ പാടില്ല. അതേസമയം മുലയൂട്ടുന്ന അമ്മമാർക്ക് ഈ വാക്സിൻ, ലാക്ടേഷൻ ടൈമിൽ ഈ വാക്സിൻ നമുക്ക് എടുക്കാവുന്നതാണ്. മറ്റേതൊരു വാക്സിനെയും പോലെ ഒരു ഫീവർ ഉള്ളപ്പോഴത്തേക്കും, അക്യൂട്ട് ഫെബ്രൈൽ ഇൽനെസ് പറയുക, ഫീവർ ഉള്ള സമയത്ത്, പനിയൊക്കെ ഉള്ള സമയത്ത് വാക്സിൻ എടുക്കാൻ പാടില്ല. അതുപോലെ ഈസ്റ്റിനോട് അലർജി ഉള്ള ആൾക്കാർക്ക്
ഈസ്റ്റ് ഉൽപ്പന്നങ്ങളോടൊക്കെ അലർജി ഉള്ള ആൾക്കാർ ഈ വാക്സിൻ എടുക്കാൻ പാടില്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ വേറെ ഏതെങ്കിലും ഓൾറെഡി ഒരു ഡോസ് എടുത്തു, പിന്നെ എടുക്കാനായിട്ട് മറന്നുപോയി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെയും നിങ്ങൾ കംപ്ലീറ്റ് ഷെഡ്യൂള് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആസ് സൂൺ ആസ് യു റിമെമ്പർ, ഇപ്പം 1 വർഷം മുന്നാണ് ഒരു ഡോസ് എടുത്തിട്ടുള്ളത്, ദെൻ യു ജസ്റ്റ് ഗോ ഫോർ ദ സെക്കൻഡ് ഡോസ്. നോ, ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ റെസ്യൂം ചെയ്യാവുന്നതാണ് നമുക്ക് ആ ഒരു വാക്സിൻ ഷെഡ്യൂളിൽ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി സെർവിവാക്സ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സെർവാരിക്സ് എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ 2 ഡോസ് നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഗാർഡാസിൽ എടുക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സെർവാരിക്സിലാണെങ്കിലും നിങ്ങൾക്ക് സെർവിക്കൽ ക്യാൻസറിൻ്റെയും മറ്റ് ക്യാൻസേഴ്സിൻ്റെയും പ്രൊട്ടക്ഷൻ ഓൾറെഡി കിട്ടുന്നുണ്ട്. പിന്നെ ബിക്കോസ് സെർവിവാക്കിലും സെർവാരിക്സിലും ഒക്കെ 2 സ്ട്രെയിൻസ് മാത്രമേ ഉള്ളൂ, 16ഉം 18ഉം. പക്ഷേ HPV ക്യാൻസർ ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള 9 സ്ട്രെയിൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രിഫറൻസ് കൂടുതൽ ഗാർഡാസിൽ 9 കൊടുക്കുക. കാരണം ഗാർഡാസിൽ 9 ആ എല്ലാ സ്ട്രെയിൻസിനെയും കവർ ചെയ്യുന്നുണ്ട്. അതേസമയം സെർവാരിക്സും സെർവിവാക്കും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള 2 സ്ട്രെയിൻസിനെ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഗാർഡാസിൽ 2ാമത് എടുക്കേണ്ട ആവശ്യം ഇല്ല. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാനും ഈ വാക്സിൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ 25th ഏജൊക്കെ ആയപ്പോഴാണ് ഞാൻ ആ വാക്സിൻ എടുത്തത്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നിങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ വാക്സിൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദം ഫോർ ദിസ് വാക്സിൻ വിച്ച് വിൽ ബി ബെനിഫിഷ്യൽ ഇൻ എ ലോങ് റൺ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതുക. താങ്ക് യു സോ മച്ച്. ബൈ.